വെൽക്കം ബാക്ക്. സൽമാൻ ദോഹയിൽ നിന്നു നമ്മളെ ഇൻട്രോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു പുതിയൊരാളുണ്ട്. ആരാണ് നോക്കണ്ടേ? ഹലോ ഗൈസ്, നമ്മൾ ഇപ്പോൾ ഖത്തറിലാണ് ഗൈസ്. എവിടേക്ക് പോകുന്നതാണ് അറിയാമോ? ഖത്തറിലേക്കാണ് നമ്മൾ പോകുന്നത്. എക്സിബിഷൻ കാണാനാണ്. MF ഹുസൈൻ എക്സിബിഷനാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമ്മൾ ലാസ്റ്റ് വ്ളോഗിലും MF ഹുസൈൻ്റെ ഷോ കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അന്ന് പ്രോപ്പറായിട്ട് കാണാൻ പറ്റുന്നില്ല. വീക്കെൻഡ് ആയ കാരണം, നല്ല ക്രൗഡായ കാരണം പെട്ടെന്ന് നമുക്ക് അവിടുന്ന് ഇറങ്ങേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ആഴ്ച നമ്മൾ പോകുന്നാക്കി നമ്മൾ നേരെ കുടവേറിൽ നിന്നൊരു ചായം കുടിച്ചിട്ട് വീണ്ടും നമ്മൾ ഖത്തറയിലേക്ക് പോകാനുള്ളൊരു പ്ലാനിനാണ്. വ്ളോഗിന്റെ ഇൻട്രോ ചെയ്തത് നമ്മളെ സ്വന്തം അപ്ലോ ഉണ്ടാ. കുറച്ച് ഭാഗങ്ങളിലൊക്കെ അവന് ലൈവായിട്ട് വന്നിട്ട് ഈ പ്രാവശ്യത്തെ വ്ളോഗിൽ ഉണ്ടായിരിക്കും. നമ്മൾ നേരത്തെ ഖത്തറിലെത്തി. പതിവ് പോലെ തന്നെ പുറത്തെല്ലാം നല്ല ക്രൗഡാണ് കേട്ടോ. വീക്കെൻഡ് ആയതുകൊണ്ടാണ് ഇത്ര അധികം ആളുകൾ. അല്ലാത്ത സമയങ്ങളിലൊക്കെ ഇവിടെ ഫ്രീ ആയിരിക്കും. ഇപ്പൊ ആളുകൾ മാക്സിമം വീക്കെൻഡിലൊക്കെ ഹിൽസ് ഒക്കെ മാക്സിമം യൂസ് ചെയ്യുന്നുണ്ട്. ക്ലൈമറ്റ് മാറിയതോട് കൂടി ഖത്തറിന്റെ വലിയ പാർക്കിങ്ങിൽ പോയി കഴിഞ്ഞാൽ എത്ര വണ്ടി നിർത്താനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ. നമ്മൾ നേരെ തിയേറ്ററിലെത്തി. ഫ്രൈഡേ നേരത്തെ വന്നുകൊണ്ട് തന്നെ ആളുകളൊക്കെ കുറവാണ്ടാ. ലാസ്റ്റ് ഷോയിലൊക്കെ ആളുകൾ കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റി. നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഷോസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അപ്ലോഡ് കാസർഗോഡ് ഭാഷയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അടുത്ത കൊല്ലം ഫെബ്രുവരി ഈ പരിപാടിയുണ്ട്. എല്ലാരും വന്ന് അടിച്ചു പൊളിച്ച് കണ്ടോളി. പരിപാടിക്ക് ടിക്കറ്റ് വേണ്ട, ഫ്രീ ആണ്. വന്ന് പാങ്ങനെ കണ്ടോളി. ഖത്തർ മ്യൂസിയത്തിന്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ടിക്കറ്റ് ഫ്രീ ആയിട്ട് കിട്ടും. ടൈം ഷെഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള സ്ലോട്ട് നമുക്ക് ബുക്ക് ചെയ്യാം. അപ്പോൾ അതാത് സമയത്ത് വന്നാൽ മതി. നല്ല അടിപൊളിയായിട്ട് ഇരുന്നിട്ട് കാണാനുള്ള സെറ്റപ്പ് വരെ ഉണ്ട്. പൊന്നൂസുദ സൈഡിലൊക്കെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഷോ കൊണ്ട് തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒരു വാട്ടർ ഡാൻസ് ഉണ്ട് കേട്ടോ. എല്ലാവരും ഇങ്ങനെ വാട്ടർ ഡാൻസിന്റെ സമയം നോക്കിയിരിക്കുകയാണ്. നമ്മളും കുറച്ച് സമയമൊക്കെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. തൊട്ടടുത്തത് ദോഹ ഫിലിം ഫെസ്റ്റിവൽ ഒക്കെ നടക്കുന്നുണ്ട്. എല്ലാവരും വാട്ടർ ഡാൻസിന്റെ സ്റ്റാർട്ടിങ്ങിനായിട്ട് കാത്തിരിക്കുകയാണ്. തൊട്ടടുത്തുള്ള സെക്യൂരിറ്റി ഒരു ടൈമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ ടൈമിനൊന്നും വർക്ക് ആവുന്നില്ല കേട്ടോ. ഏതായിരുന്നാലും മുനിർച്ച മിച്ചുവിന്റെ തലയിലൊക്കെ വെച്ചിട്ട് എന്തെല്ലാം കാണിക്കുന്നുണ്ട്. എല്ലാവരും വാട്ടർ ഡാൻസിന്റെ ടൈം എപ്പോഴാന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. മുനിർച്ച വീണ്ടും വാച്ച് നോക്കുന്നുണ്ട്. പക്ഷെ ഒന്നും നടക്കുന്നില്ല. പറഞ്ഞ സമയം കഴിഞ്ഞപ്പോൾ തന്നെ ഇഷാബാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഖത്തർ ഗസ്റ്റ് സെന്ററും അതുപോലെ തന്നെ മോസ്കും കൂടിയാണ് നമ്മളത് ഇഷാൻസ്കരിക്കാനായിട്ട് അകത്തേക്ക് കയറിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വ്യൂ ആണ് പള്ളിന്റെ. ഇഷാൻസ്കാരത്തിന്റെ ശേഷം പുറത്തിറങ്ങുമ്പോൾ പള്ളിന്റെ വ്യൂ ആണ് കാണുന്നത്. ഖത്തറ കൾച്ചറൽ വില്ലേജിന്റെ തിയേറ്ററിന്റെ ഭാഗത്തായിട്ടാണ് ഈ ഒരു പള്ളി വരുന്നത്. ഖത്തറയിലെ കാഴ്ചകളൊക്കെ അവസാനിച്ച് നമ്മൾ നേരെ വിട്ടത് എഡ്യൂക്കേഷൻ സിറ്റിയിലെ ഓക്സിജൻ പാർക്കിലേക്കായിരുന്നു കേട്ടോ. ഇവിടെ ഇഷ്ടം പോലെ പാർക്കിംഗ് ഉണ്ട്. പാർക്കിംഗ് കഴിഞ്ഞ് നമ്മളിത് നേരെ അകത്തേക്ക് പോണ്. പൊന്നൂസ് കുറച്ച് ടയേർഡാണ്. ഫേവറൊക്കെ വന്നിട്ട് പാർക്കിലേക്കാന്ന് പറഞ്ഞോട് കൂടി മിച്ചു അപ്പിലൊക്കെ ആക്റ്റീവ് ആയിട്ടുണ്ട്. മിച്ചുവിന്റെ പുതിയ ബൈക്ക് ഒരു അൺബോക്സിംഗ് കൂടിയാണ് കേട്ടോ. ഏതായിരുന്നാലും പുറത്തെത്തിയതാ മിച്ചു റൈഡ് സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട്. നമ്മൾ നേരെ പാർക്കിലേക്കാണ് പോകുന്നത്. പാർക്കിന്റെ മേലെന്നുള്ള ഒരു വ്യൂ ആണ് കേട്ടോ. ടോട്ടലി ഫ്രൈഡേ ഒക്കെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു ഏരിയയിൽ ആളുകൾ ഉണ്ടാകലുണ്ട്. തണുപ്പായി വരുന്ന കാരണം തന്നെ ഒന്നുകൂടെ ആളുകൾ കൂടുതലാണ്. നമ്മൾ നേരെ വാട്ടർ ഡാൻസ് ഉണ്ട്. വാട്ടർ ഡാൻസിന്റെ ഈ ഒരു ഭാഗത്തേക്ക് പോകുന്നത് കളർഫുൾ ആയിട്ടുള്ള ഒരു വാട്ടർ ഡാൻസ് ആണ്. വൺ അവറിൽ കൂടുതൽ നമ്മളത് അവിടെ സ്പെൻഡ് ചെയ്ത് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങുന്നത്. നമുക്ക് നെക്സ്റ്റ് പോകുന്നത് ഫുഡ് കഴിക്കാനായിട്ട് പോകണം. ഫുഡ് കഴിക്കാനായിട്ട് നമ്മളിന്ന് ചൂസ് ചെയ്തിട്ടുള്ളത് 10-20 വർഷത്തിൽ പഴക്കമുള്ള കുസാമ റെസ്റ്റോറന്റ് റയ്യാനുള്ള ബ്രാഞ്ചിലേക്കാണ് പോകുന്നത്. മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞാൽ ഫിഷ് ബാർബിക്കും അതുപോലെ തന്നെ ചിക്കൻ ബാർബിക്കും ഒക്കെ തന്നെ ഉണ്ട്. അതായിരുന്നാലും നമ്മൾ റയ്യാനിലെത്തി നേരെ കുസാമ റെസ്റ്റോറന്റിൽ കയറാൻ ആക്കിയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ക്രൗഡാണ്. ഫാമിലിക്കൊക്കെ ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള റെസ്റ്റോറന്റ്. നല്ല ക്രൗഡായ കാരണം തന്നെ അത്യാവശ്യം നല്ല സമയം എടുക്കുന്നുണ്ട് ഫുഡ് വരാനൊക്കെ ആയിട്ട്. നമ്മൾ കുറച്ചായിട്ടൊക്കെ ഓർഡർ ചെയ്തിട്ടായിരുന്നു പെരി ബാർബിക്കും അതുപോലെ തന്നെ ഇവിടുത്തെ നോർമൽ ബാർബിക്കും ഇവിടെ പിന്നെ സ്പെഷ്യലായിട്ട് വന്നിട്ടുള്ള ഷവായ ഉണ്ട്. ഫുഡ് വരാനായിട്ട് സമയം എടുക്കുന്ന പറഞ്ഞോടുകൂടി നമ്മൾ നേരെ ക്ലാസ്സിൽ പോയിട്ട് കുറച്ച് മിറർ വീഡിയോയും സെൽഫിയൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പൊന്നൂസിനെ കൂട്ടിയിട്ട് പൊന്നൂസ് നല്ല ഹാപ്പി ആയിരുന്നു. തിരിച്ചെത്തിയിട്ട് ഫുഡൊക്കെ എത്തിയിട്ടായിരുന്നു. പൊന്നൂസിന്റെ ബേബി ചെയറിലൊക്കെ ഇരുത്തി എല്ലാവരും ഫുഡ് കഴിക്കാനുള്ള തിരക്കായി.
നമ്മൾ പറഞ്ഞ ഷവായ ഇതാണ്, അറബിക് മസാല ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് തന്നെയായിരുന്നു. അതെല്ലാം കഴിച്ചു കഴിഞ്ഞ് നമ്മളിതാ നേരെ റൂമിന്റെ പുറത്തെത്തി. അല്ല അപ്പോൾ ഇതാ പൊന്നൂസ് ബൈ ബൈ പറഞ്ഞ് ഈ ആഴ്ചത്തുള്ള വീഡിയോ ഈ രീതിയിലൊക്കെ ആയിരുന്നു. ഏതായാലും കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ എൻജോയ് ചെയ്ത്. അപ്പൊ സീ യു നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.